ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി കർക്കിടക ഉലുവ ചോറാണ് കേട്ടോ. ഒട്ടും കയ്പില്ലാത്ത കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ അവർക്കൊന്ന് തയ്യാറാക്കി കൊടുക്കൂ. ശരീരപുഷ്ടിക്കും ഏറ്റവും നല്ല ചോറാണ് ഈ ഉലുവ ചോറ്. പ്രസവിച്ച് കിടക്കുന്നവർക്കും ഇത് ഒരു 7 ദിവസം തന്നെ നമുക്ക് കൊടുക്കാം. ഒരുപാട് അയണിൻ്റെ കണ്ടൻറ്റ് ഒരുപാട് ഉള്ള ഒന്നാണ് ഉലുവ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്കൊന്ന് പോകാം കേട്ടോ. ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം നമുക്കൊരു കപ്പ് പച്ചരി 250 ml ഒരു കപ്പ് പച്ചരി എടുത്ത് ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും നന്നായി കഴുകിയതിന് ശേഷം നമുക്കൊരു സ്ട്രെയിനറിൽ വെള്ളം വാരാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. കഴുകി വാരിയെടുത്ത നമ്മുടെ ഈ അരിയും ഉലുവയും നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു മുറി തേങ്ങ ചിരവിയത് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 15ഓളം ചുവന്നുള്ളി ഞാനിവിടെ ചെറുതായി അരിഞ്ഞെടുത്ത് ഇതിലേക്കിട്ട് കൈ വെച്ചൊന്ന് തിരുമ്മിയെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തന്നെ നമുക്കൊന്ന് തിരുമ്മിയെടുക്കാം. ഇനി നമുക്കൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ തേങ്ങ തിരുമ്മിയത് നമുക്ക് ഈ ഉലുവയും അരിയും എല്ലാം കൂടി തിരുമ്മിയത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മീതെ വെള്ളം നിൽക്കുന്ന വിധത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളത്തിന് അങ്ങനെ അളവൊന്നും ഞാൻ കാണിക്കുന്നില്ല, കണ്ടില്ലേ, നിങ്ങൾ കാണുന്നില്ല, ഈ അരിക്കും മീതെ വെള്ളം നിൽക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒരു 2 വിസിലിനുള്ളിൽ തന്നെ നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. 2 വിസിലിന് ശേഷം ആവി പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഞാനിവിടെ തുറന്നു. നല്ല കറക്റ്റായിട്ട് നല്ല പാകത്തിന് തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഉലുവാച്ചോറ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വേണം നമുക്ക് ഉലുവാച്ചോറ് കിട്ടുവാൻ. കണ്ടില്ലേ, വളരെ രുചികരമായ ഒരു ഉലുവാച്ചോറാണിത്. നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഒരുപാട് അയണിൻ്റെ കണ്ടൻറ്റ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഉലുവ. ഇപ്പോൾ മഴക്കാലം ആയതിനാൽ തന്നെ നമ്മുടെ ശരീരത്തിനൊക്കെ കൈകാല് കടച്ചിലും മേലുവേദനയും ഒക്കെ ഉണ്ടല്ലോ. അത് മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ഉലുവ ചോറ് കഴിക്കുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിന് ചൂട് കിട്ടാനായിട്ട്, ഇപ്പം മഴക്കാലം അത് നല്ല തണുപ്പല്ലേ, അപ്പോൾ ആ തണുപ്പിന് ഒരു കുറവുണ്ടാവാൻ, നമ്മുടെ ശരീരത്തിന് ചൂട് ലഭിക്കാനും കൂടിയിട്ടാണ് ഈ കർക്കിടക മാസത്തിൽ ഉലുവ റെസിപ്പികൾ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉലുവ ചോറ് ഉണ്ടാക്കിയിട്ട് ഒരു 7 ദിവസം കഴിച്ച് നോക്ക്. ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വളരെ ഈസി അല്ലേ ഇത് ഉണ്ടാക്കാൻ. ഒട്ടും കയ്പില്ലാത്ത ഈ ഉലുവ ചോറ് നിങ്ങൾ കുട്ടികൾക്കും തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കണേ. അവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.